കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നീളുന്നതിൽ ഹൈക്കോടതി പോലും അതൃപ്തി പ്രകടിപ്പിച്ചതോടെ പുറത്തുവരുന്നത് തട്ടിപ്പുകാരും ഏജൻസികളെ വെച്ച് കളിക്കുന്ന കേന്ദ്രത്തിന്റെയും രഹസ്യ ധാരണകളാണ്. അന്വേഷണം അനന്തമായി നീളുന്നത് CPM-ലെ ഉന്നത നേതാക്കളായ പ്രതികളെ രക്ഷിക്കാനാണ് എന്നതാണ് സംശയിക്കുന്നത്. ഇതേ ഇടപെടൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മാസപ്പടി കേസിലും ഉണ്ടായിട്ടുണ്ട്. കരുവന്നൂർ അന്വേഷണം നീളുന്നത് പോലെ SFIO അന്വേഷണവും ഒതുക്കുകയാണെങ്കിൽ പകരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ സീറ്റിൽ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കും. ഈ ധാരണ ഹൈക്കോടതി ഇടപെടലിലൂടെ തകരുമോ എന്നത് കണ്ടു തന്നെ അറിയണം. P. രാജീവ്, AC മൊയ്തീൻ, PK ബിജു തുടങ്ങി ഒട്ടേറെ CPM നേതാക്കളിലേക്ക് നീണ്ട കരുവന്നൂർ തട്ടിപ്പിലെ അന്വേഷണമാണ് ഇപ്പോൾ എങ്ങുമെത്താതെ നിൽക്കുന്നത്. ഇത് വെച്ച് BJP CPM വിലപേശൽ നടക്കുകയാണ് എന്നാണ് അറിയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടപെടൽ വന്നതോടെ എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരുവെന്ന അവസ്ഥയിലാണ് പാർട്ടി ഇടനിലക്കാർ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ നടന്ന തട്ടിപ്പിനെ സംബന്ധിച്ച് 2024 ജനുവരിയിലും മാർച്ചിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ വ്യവസായ മന്ത്രി P. രാജീവ്, മുൻ മന്ത്രിയും MLA-യുമായ AC മൊയ്തീൻ, മുൻ MP PK ബിജു തുടങ്ങി വലുതും ചെറുതുമായ ഒട്ടേറെ CPM നേതാക്കളുടെയും പാർട്ടിയുടെയും കൊള്ള സവിസ്താരം ബോധിപ്പിക്കുന്നു. അനധികൃത വായ്പ അനുവദിക്കാൻ CPM എറണാകുളം, തൃശൂർ ജില്ലാ കമ്മിറ്റികൾ നടത്തിയ ഇടപെടലുകളെ കുറിച്ചും അനുവദിച്ച വായ്പകളുടെ നിശ്ചിത ശതമാനം പാർട്ടി ഫണ്ടിലേക്കും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കും മറ്റു പരിപാടികൾക്കുമായി ചെലവഴിച്ചുവെന്നും ED ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. ഈ കണ്ടെത്തലെല്ലാം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് എന്നും തട്ടിപ്പിന്റെ വ്യാപ്തി വളരെ വലുതാണെന്നും അന്വേഷണ സംഘം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതുകൂടാതെ സർക്കാർ സ്ഥാപനമായ റെപ്കോയ്ക്ക് ഈ തട്ടിപ്പിലുള്ള പങ്കും ED കണ്ടെത്തിയിരുന്നു. പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന സ്ഥിര നിക്ഷേപമോ പലിശയോ മടക്കി നൽകാൻ റെപ്കോയ്ക്ക് ശേഷിയില്ലെന്നും ഗുരുതര സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ആ സ്ഥാപനത്തെ നശിപ്പിച്ചുവെന്നും 2022-23 വർഷത്തെ വരവ് ചെലവ് കണക്കനുസരിച്ച് കേവലം 6 കോടി രൂപ ലാഭമുള്ള സ്ഥാപനം 72 കോടി രൂപ ബിസിനസ് ഇതര ചെലവുകൾക്ക് വിനിയോഗിച്ചത് ഈ കെടുകാര്യസ്ഥതയ്ക്കുള്ള ഉദാഹരണവുമായി ED ചൂണ്ടിക്കാട്ടുന്നു. റെപ്കോ കരുവന്നൂർ ബാങ്കിന് കൊടുക്കാനുള്ള തുക മുതലും പലിശയും ചേർത്ത് 10 കോടിക്ക് മുകളിലാണ്. ഇതുപോലെ തന്നെ മറ്റു പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും നൽകാനുണ്ട്. ഇത്രയും ഗുരുതരമായ കണ്ടെത്തലുകൾ ഒരു അന്വേഷണ ഏജൻസി കണ്ടെത്തി ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയും ജനുവരി 2024 ഇടക്കാല ഉത്തരവിൽ ഈ കണ്ടെത്തലുകൾ ശരിവെക്കുകയും തുടർ അന്വേഷണങ്ങൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ED ഈ അന്വേഷണങ്ങളെല്ലാം ഒരു ഘട്ടത്തിൽ അവസാനിപ്പിച്ച മട്ടാണ്. ഇതാണ് ഹൈക്കോടതിയെ ചൊടിപ്പിച്ചത്. 2024 മാർച്ച് 18-ന് EDക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനോട് നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത് എന്നും അന്വേഷണം നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്നും കോടതി കാലപരിധി നിശ്ചയിക്കണോ എന്നും ചോദിച്ചു. അടുത്ത ഏപ്രിൽ 1-ന് കേസ് പരിഗണിക്കുമ്പോൾ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നും നിർദ്ദേശിച്ചു. കരുവന്നൂർ തട്ടിപ്പിൽ CPM മുൻനിര നേതാക്കളിലേക്ക് എത്തുന്നത് BJP നേതൃത്വം ഇടപെട്ട് വിലക്കിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ കോടതി ചോദ്യം ചെയ്തിരിക്കുന്നത്.